ആ അങ്ങനെ എന്നാ പിന്നെ ഓൻ വരട്ടെ, ഞാൻ സംസാരിക്കാം. ആനേതോ ഉസേ മേ ബാത് കറൂങ്ക. ആനേതോ ഉസേ, അവനെ വിളിക്കൂ. അവനെ വിളിക്കൂ എന്നല്ല, ആനേതോ ആവോ എന്ന് പറയുന്നില്ല, അതിൻ്റെ ഒരു ഭാഗമാണ്. ആനേതോ, അവൻ വന്നോട്ടെ, ആദ്യം അവൻ വരട്ടെ. ആനേതോ ഉസേ, അവനെ വരാൻ അനുവദിക്കുക, അവൻ ആദ്യം വരട്ടെ. മേ ബാത് കറൂങ്ക, ഞാൻ സംസാരിക്കാം. ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്നുള്ളതാണ്. മേ ബാത് കറൂങ്ക, ബാത് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംസാരിക്കുക എന്നുള്ളതാണ്. എന്ത് ബാത് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക എന്നുള്ളതാണ്. മേ ബാത് കറൂങ്ക, ഞാൻ സംസാരിക്കും. അങ്ങനെ നീ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അല്ലേ? എന്നാ ഓൻ ആദ്യം വരട്ടെ. ആനേതോ ഉസേ, അവൻ ആദ്യം വരട്ടെ. മേ ബാത് കറൂങ്ക, ഞാൻ സംസാരിക്കാം ആദ്യം. അപ്പോൾ ഓൻ വന്നതിന് ശേഷം ഓൻ ഇങ്ങനെ പറയാണ്. ഇവനെ കണ്ടപാട് ഇവൻ പേടിച്ച്, എന്നെ കണ്ടപാട് ഓൻ പേടിച്ചു. കണ്ടപാട് പേടിച്ച പാടന്നെ ഓൻ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. മേ കുച്ച് സുന്നാൻ നഹീ, ഞാൻ ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉദർ ജാക്കർ ഉസേ മാഫി മാങ്, ഓൻ്റെ അടുത്ത് പോയിട്ട് ഓനോട് മാപ്പ് പറ. നീ പറഞ്ഞിട്ടാണ് ഓൻ പ്രശ്നമാക്കിയത്, നീ ഓൻ പറയുന്ന വലിയ പ്രശ്നക്കാരനാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഓനോട് പറഞ്ഞു ഓൻ വരട്ടെ എന്ന്. ഉസേ ആനേതോ മേ ബാത് കറൂങ്ക എന്ന് പറഞ്ഞു. അപ്പം നീ വന്നാൽ നീ സംസാരിക്കുന്ന കേട്ടതിന് ശേഷമാണ് ഇവൻ എന്ത് പറയുന്നത്? മേ കുച്ച് സുന്ന നഹീ ചാത്ത. സുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേൾക്കുക. ചാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവശ്യം എന്നുള്ളതാണ്. ആവശ്യം, ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ മേ കുച്ച് സുന്ന നഹീ ചാത്ത, ഞാൻ മേ കുച്ച് സുന്ന നഹീ ചാത്ത, ഞാൻ ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് എന്നെ ഉദർ ജാക്കർ, ഉദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ, ഇദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചതാണല്ലോ. ഉദർ ജാക്കെ ഉസേ, അവനോട് മാപ്പ് പറയണം. പെട്ടെന്ന് പോയിട്ട് മാപ്പ് പറ, എന്നിട്ട് വർത്താനം, വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട. അപ്പോൾ അവൻ അവിടെ പോയിട്ട് പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞ് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഓനെന്ത് പറഞ്ഞ് പറ മോനെ, തും ഷാംകോ ദഫ്തർ ആജാ ഉദർ പൗഞ്ചാക. അതായത് തും നീ ഷാംകോ വൈകുന്നേരം, ഷാംകോ എന്ത് ദഫ്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് അറബിയിലല്ലേ, ഇത് ഹിന്ദിയിലാണ്. ദഫ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഫ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലേക്ക് വാ. ദഫ്തർ ആജ വരൂ. തും ദഫ്തർ ആജ, നീ ഓഫീസിലേക്ക് വാ. അപ്പോൾ ഓഫീസിലേക്ക് ഓൻ വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണോ? ഓഫീസിൽ വന്നാൽ നമുക്ക് കാര്യങ്ങൾ ഓക്കെ ആക്കാം. നീ ഏതായാലും മാപ്പ് പറഞ്ഞല്ലോ, മാഫി മാങ്ക് എന്ന് പറഞ്ഞാലും മാപ്പ് പറഞ്ഞു. ഇനി ഇപ്പന് ഓൻ ഓഫീസിലേക്ക് പോകുന്ന കാര്യം ഓൻ ഇവനോട് പറയാണ്. ഇതൊക്കെ ഓരോരോ സന്ദർഭമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഓരോരോ വാക്കുകൾ ഇങ്ങനെ പഠിക്കുകയാണ്, സെന്റൻസുകൾ പഠിക്കുകയാണ്. സെന്റൻസുകളിൽ ഉപരി വാക്കുകൾ പഠിക്കലാണ് പ്രധാനം. സെന്റൻസ് എന്തെങ്കിലും ആക്കിയിട്ട് ജാക്കെ, ജീക്കെ, ജൂക്കെ എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഏകദേശം ജാക്കെ എന്നുള്ള രീതിയിൽ തന്നെ വരും. ജാക്കെ എന്നുള്ള ജാന, അല്ലെങ്കിൽ ജാവുങ്ക, അല്ലെങ്കിൽ ജാവോ, അല്ലെങ്കിൽ മേ ബാത് മേ ജാവുങ്ക. അത് പലതും അതൊന്നും ഇപ്പം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദർ മിൽ ജായേഗ, അല്ലെങ്കിൽ മിലേങ്കെ, ഷാംകോ മിലേങ്കെ, വൈകുന്നേരം മിലേഗ. ഞാൻ പറഞ്ഞില്ല മിലേങ്കെ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം. ഒരു ഏകദേശം ഐഡിയ മനസ്സിലാക്കി തരിക, വാക്കുകൾ പഠിക്കുക. ഷാംകോ മിലേങ്കെ, എന്നാൽ വൈകുന്നേരം കാണാം. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? മിലേങ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. എന്നാൽ അവിടെ കണ്ടുമുട്ടുക അല്ലേ, വൈകുന്നേരം കണ്ടുമുട്ടുക. എന്നാൽ ഓഫീസിൽ വെച്ചിട്ട് ദഫ്തർ. ഓക്കെ, ജറൂർ ആജായേഗ ഇൻഷാല്ലാ. ഞാൻ എന്തായാലും അവിടെ വരും. ഓക്കെ, ഇവിടെ എന്തായാലും ഇപ്പം നിർത്തേണ്ട ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം നിങ്ങളോട് അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ, നിങ്ങൾ എന്തെങ്കിലും വന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 10, 200, 250 അടുത്ത് വ്യൂസാണുള്ളൂ. അത് കൂടിയാലാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആയാൽ ഞാൻ വീണ്ടും വരും, കൂടുതൽ ഇൻട്രസ്റ്റിങ്ങിൽ വരും, കൂടുതൽ തന്മയത്വത്തോടു കൂടി നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.